വിഴിഞ്ഞം തുറമുഖത്ത് അദാനി പോർട്ട് പലതവണ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന് കണ്ടെത്തൽ. കരാർ വ്യവസ്ഥകൾ ലംഘിച്ചതിന് 15 കോടിയോളം രൂപ തുറമുഖ കമ്പനി അദാനി പോർട്ടിന് പിഴ ചുമത്തിയതായും റിപ്പോർട്ട്. കരാർ ലംഘനം ചൂണ്ടിക്കാണിച്ച് 8 തവണ കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട്. ദിവ്യ എസ് അയ്യർ മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കെയാണ് അദാനി പോർട്ടിന്റെ ചട്ടലംഘനങ്ങൾ കണ്ടെത്തിയത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ വിഴിഞ്ഞം തുറമുഖത്ത് അദാനി പോർട്ട് പലതവണ കരാർ ലംഘനം നടത്തിയെന്നാണ് കണ്ടെത്തൽ. കരാർ വ്യവസ്ഥ ലംഘിച്ചതിന് 15 കോടി രൂപയാണ് തുറമുഖ കമ്പനിയായ വിസിൽ പിഴ ചുമത്തിയത്. വ്യവസ്ഥാ ലംഘനം ചൂണ്ടിക്കാണിച്ച 8 തവണ നോട്ടീസും നൽകിയിട്ടുണ്ട്. ദിവ്യ എസ് അയ്യർ മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കുമ്പോഴാണ് ഈ കരാർ വ്യവസ്ഥ ലംഘനങ്ങൾ കണ്ടെത്തിയത്. സാമ്പത്തിക അവലോകന റിപ്പോർട്ടുകളും വരവ് ചെലവ് കണക്കുകളും സമർപ്പിക്കാതെയായിരുന്നു വ്യവസ്ഥാ ലംഘനങ്ങൾ. സർക്കാർ നൽകുന്ന പണം പ്രത്യേക ബാങ്ക് അക്കൗണ്ടിലൂടെ ചെലവഴിക്കണമെന്നാണ് വ്യവസ്ഥ. ഈ വ്യവസ്ഥകൾ കാറ്റിൽ പറത്തി ആ പണം മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്ത് അദാനി പോർട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമല്ലെന്ന സംശയമാണ് ഉയരുന്നത്. 2015 വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണവും നടത്തിപ്പും അദാനി പോർട്ട് ഏറ്റെടുത്തത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തയ്യാറാക്കിയതാണ് കരാർ. പിന്നീട് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ചില വ്യവസ്ഥകൾ കൂടി കരാറിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. ദിവ്യ എസ് അയ്യർ അദാനി കമ്പനിയുടെ കണ്ണിലെ കരടാണെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്കിടയിലാണ് കരാർ ലംഘനത്തിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത്. റിപ്പോർട്ടർ ആർ റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. PM ശ്രീ ചർച്ച ചെയ്യാൻ